ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഷാജിദ ഷാജിയെ പറ്റിയാണല്ലേ. അപ്പോൾ എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഷാജിദ ഷാജിയെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഷാജിദ ഷാജി ആരെന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗറാണ്, ഒരു വീട്ടമ്മയാണ്, 5 കുട്ടികളുടെ ഉമ്മയാണ്. അപ്പോൾ ആ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ. അപ്പോൾ അവരാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം സോഷ്യൽ മീഡിയയിൽ. എല്ലാവരും എന്തിനാണ് ഈ ഷാജിദ ഷാജിയുടെ പുറകെ പോകുന്നത് അല്ലേ? അപ്പോൾ നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇപ്പോൾ ഷാജിദ ഷാജിയെക്കുറിച്ച് ഒരു കിഡിലൻ പാട്ട് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ വീഡിയോയുടെ അവസാനം ഉറപ്പായിട്ടും ചേർക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങളെല്ലാവരും കാണാൻ വെയിറ്റ് ചെയ്യുക. ഒരു അടിപൊളി പാട്ടാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഷാജിദ ഷാജി എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു വീട്ടമ്മയാണ്. തൻ്റെ പ്രാരാബ്ധങ്ങൾ കാരണം യൂട്യൂബിലേക്ക് എത്തിപ്പെട്ട ഒരു ഉമ്മയാണ്. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിധവയാവേണ്ടി വന്നു. അപ്പോൾ 5 മക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്നു. അപ്പോൾ അവരുടെ കഷ്ടപ്പാടുകൾ അറിയിക്കാനും അത് മാറ്റാനുമാണ് അവരുടെ യൂട്യൂബ് ചാനൽ യഥാർത്ഥത്തിൽ തുടങ്ങിയത്. പക്ഷേ അത് കണ്ട് നമ്മുടെ കാരണം ഇവിടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ സഹായിക്കുകയും ബുദ്ധിമുട്ടുകളുണ്ട് സഹായിക്കുകയൊക്കെ ചെയ്യാൻ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അങ്ങനെ ഈ ഷാജിദ ഷാജിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ട് അവരെന്ത് ചെയ്തു, സഹായിക്കാൻ തുടങ്ങി. അപ്പോൾ ചാനൽ റീച്ച് ആവാൻ തുടങ്ങി. എന്ത് തന്നെ ഒരു വീഡിയോ ഇട്ടാലും അതിന് അത്യാവശ്യം നല്ല ഒരു റീച്ചൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഗൂഗിൾ പേയുടെ ഫോൺ നമ്പർ ആഡ് ചെയ്തു. അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം ഇവർക്ക് ഒരുപാട് ശല്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നാണ് ഇപ്പോൾ റീസെൻ്റ്ലി അവർ പറയുന്നത്. ശരിയാണ്, ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഒരു നമ്പർ ഇടുമ്പോൾ ഉറപ്പായിട്ടും ഇന്നത്തെ കാലത്ത് അത് ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കും. അപ്പോൾ അത് സത്യം തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷേ അത് പ്രിവെൻറ്റ് ചെയ്ത രീതിയാണ് തെറ്റിപ്പോയത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഷാജിദ പറഞ്ഞു, കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം വന്നിട്ട് പറയുകയാണ്, ഇനി വിധവ എന്നൊന്നും ആരും വിളിക്കരുത്, എൻ്റെ വിവാഹം കഴിഞ്ഞു, എൻ്റെ നിക്കാഹ് കഴിഞ്ഞു, ലോക്കറ്റ് ഇല്ലാത്തൊരു മാല കാണിച്ചിട്ട് മഹറാണ്. ശരിയാണ്, മുസ്ലിംസിന് മഹർ കൊടുക്കാൻ ലോക്കറ്റ് നിർബന്ധമൊന്നുമില്ല, 1 രൂപ കൊടുത്താലും മഹറാണ്. അപ്പോൾ അത് അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു വീഡിയോ ഇട്ടു, പിന്നെ അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളത്, കാരണം ഇത്രയും ഒരു അവരുടെ ഇല്ലായ്മയ്ക്ക് പറഞ്ഞ് ചാനൽ റീച്ച് ആയതിന് ശേഷം പെട്ടെന്നൊരു ദിവസം കല്യാണം കഴിച്ചു. ഷാജിദ ഷാജി കല്യാണം കഴിച്ചതാണോ തെറ്റ്? അല്ല. ഷാജിദ ഷാജി ഒരു 2ാം വിവാഹം കഴിക്കുന്നതൊന്നും ഒരു തെറ്റല്ല. കാരണം വളരെ ചെറിയ പ്രായമുള്ള ഒരു സ്ത്രീ, ആർക്കും പ്രായം കുറഞ്ഞ സ്ത്രീക്കെന്നല്ല, ഇപ്പം പ്രായം കൂടിയ ഒരാൾക്കായിരുന്നാലും ഒരു 2ാം വിവാഹം അവർക്കൊരു കൂട്ട് വേണമെന്ന് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല. അപ്പോൾ അത് വന്ന രീതിയാണ് ശരിയല്ലാത്തതല്ലേ. അപ്പോൾ ആദ്യം പറഞ്ഞു, പിന്നെ ഒരുപാട് പേര് റിയാക്ട് ചെയ്തു. ഷാജിദ ഷാജി പ്രാരാബ്ദം പറഞ്ഞ് റീച്ചായിട്ട് ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് ഒരു കല്യാണം കഴിച്ചു. പിന്നെ ആദ്യം പൂച്ചയെപ്പോലെ ഇരുന്നവൾ ഇപ്പോൾ പുലിയെപ്പോലെ സംസാരിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള അവരെക്കുറിച്ചുള്ള വീഡിയോസും ഓഡിയോസും ഒക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ആണ് പറയുന്നത്, പിന്നെ ഒരു സഹോദരി, അതായത് ആദ്യത്തെ ഭർത്താവിൻ്റെ സഹോദരി വന്നിട്ട് ഒരു വോയിസ് കൊടുക്കുകയുണ്ടായി. പിന്നെ ഷെഫീന മാഡം ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ അങ്ങനെ അതിങ്ങനെ മുകളിലോട്ട് കയറി വന്നു. അപ്പോൾ അപ്പോൾ ആളെ പുറത്ത് കാണിക്കണമെന്നായി. അപ്പോൾ ആ ആൾക്ക് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരാൻ താല്പര്യമില്ല. പിന്നെ മഹർ ലോക്കറ്റ് കൊണ്ടുവന്നൊരു വീഡിയോ. ഞാൻ പറയുന്നത് ആ പ്രശ്നം എന്ന് മുതൽ തുടങ്ങിയോ ഇന്ന് വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ആ മഹർ ലോക്കറ്റ് കൊണ്ടുവന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പം പറയുകയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പയ്യൻ്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമായി. വയനാട് പോയി എന്ത് പ്രൊമോഷന് പോയി എന്നാണ് പറയുന്നത്. ഒരു ഇൻ്റർവ്യൂ, വളരെ വളരെ നല്ല ഇൻ്റർവ്യൂ ആണ് കേട്ടോ ഇപ്പോൾ കൊടുക്കുന്നത്. ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ. പക്ഷേ ഷാജിദ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ റീച്ച് ഉദ്ദേശിച്ച് വിളിക്കുന്നതല്ല. നിങ്ങൾ വലിയ ഫേമസ് ആയ ആളാണ്,
നിങ്ങളെ വിളിച്ചിരുത്തിയിട്ടുണ്ട്, ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുന്നതല്ല. സത്യം പറഞ്ഞാൽ നിങ്ങളെ ശരിക്കും നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർവ്യൂ ചാനലുകാർ വിളിച്ചിരുത്തി നിങ്ങളെ കോമാളിയാക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു കള്ളം പറഞ്ഞു, അതൊന്നും മറയ്ക്കാൻ വേണ്ടി രക്ഷപ്പെടാൻ അടുത്തൊരു കള്ളം പറഞ്ഞു. ഇപ്പോൾ കള്ളം കൊണ്ട് കെട്ടിയ ഒരു കൊട്ടാരത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഷാജിദ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പോൾ എന്താ, എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് ഒതുക്കി സാധാരണ ജീവിതത്തിലോട്ട് എങ്ങനെ നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് പോകുന്ന ഭക്ഷണങ്ങൾ, കുട്ടികളെ വിശേഷങ്ങൾ, ഇതൊക്കെ ചെയ്യുന്നതല്ലേ നല്ലത്? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇത് കാണുന്ന വ്യൂവേഴ്സിന് തോന്നും അതല്ലേ നല്ലത്? ഷാജിദ എങ്ങനെയായിരുന്നോ മുമ്പ് അതുപോലെ മുന്നോട്ട് പോയാൽ മതി. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വലിച്ചിടണോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കാരണം ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഷാജിദയെക്കുറിച്ച് ഇപ്പോൾ ഒരു പാട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ പാട്ട് കേട്ടല്ലോ. അപ്പോൾ ഈ പാട്ടാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഷാജി ഇപ്പോൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് വെച്ച് പാടിയ ഒരു പാട്ടാണ്. അപ്പോൾ എന്താ പറയുക ഷാജിദ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ കാര്യം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആവട്ടെ. ഇപ്പോൾ ഷാജിയെക്കുറിച്ച് കേട്ട് നമ്മുടെ എല്ലാവർക്കും ഇപ്പം വളരെ എന്തൊരു ത്രില്ലർ സീരിയൽ കാണുന്ന പോലെ ആയില്ലേ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.